Q&A സെഷൻ ആയിട്ടാണ്. കുറച്ച് വോയിസിൽ കിച്ചൊക്കെ ഉണ്ട്. Q&A ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഒരു 1-2 മാസം മേ ബി. സുന ഇടക്കിടക്ക് മറ്റേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത് വേറെ വീഡിയോസ് ഒക്കെ അവിടെ. സോ ഇന്നൊരു കറക്റ്റ് ഒരു ടൈം എത്തി വന്നു. സെഷൻ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സുനു മോൾസ് ചാനൽ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, ആൻസർ ചെയ്താൽ മതി. ഓൾറെഡി സുനു തന്നെയാണ് ക്വസ്റ്റ്യൻ സെറ്റ് ആക്കി വെച്ചത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വായിക്കാൻ പോയി. അവിടെ ഇൻസ്റ്റയിൽ തന്നെ അത് ഇടക്കിടക്ക് പോവോ? അപ്പൊ എനിക്ക് പണിയാവും. ക്ലോസ് ആയില്ലല്ലോ, സ്ക്രീൻഷോട്ട് തന്നെ വെച്ചാൽ മതിയാണ്. നമ്മളൊക്കെ എഴുതിട്ടാണ് ഛർദിക്കാൻ വന്ന് ഛർദിക്കണേ പോയി. ഛർദിക്കണേ പോയിട്ട് എനിക്കത് ഓർമ്മയില്ല. അത് പിന്നെ പണ്ടുകളെ കഴിഞ്ഞല്ലോ. ഞാനല്ലേ അതെപ്പോ കൊറേ ഇടും എടുക്കാൻ കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്? അത് ഇപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. സോ ബെറ്റർ യു ക്ലിയർ ദാറ്റ്. ഇപ്പൊ 8th ആനുവൽ എക്സാം കഴിഞ്ഞു, ഇനി 9th. ഇപ്പൊ വെക്കേഷൻ ആണ്. Yes. And what's your ambitious, I mean, dream job? What's your dream job? എയർ ഹോസ്റ്റസ് ആണോ? എനിക്ക് അങ്ങനെ കൊറേ ഉണ്ടായിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ബിസിനസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ പക്ഷെ എനിക്ക് അങ്ങനെ കൊറേ ഇല്ല. പിന്നെ ട്രാവൽ ചെയ്ത് കണ്ട് അത് ബസ് ഡ്രൈവർ ആയാലും മതിയടി. കൊറേ ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലോ. കൊച്ചി, മട്ടാഞ്ചേരി, കൊച്ചി, തേവര, ആ വൈറ്റില അങ്ങനെ. ഇത് എനിക്ക് പണിയാവും തോന്നണം കേട്ടോ. ബേബി ലോക്ക് ഒക്കെ ഇട്ടിട്ട് തന്നേക്കുവാ. അപ്പൊ we'll move on to the next question. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബിക്കോസ് ഐ തിങ്ക് യു ഗെറ്റ് മോർ DMs about this. സോ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് ടാൻ ആവൂലേ, അപ്പൊ അതെങ്ങനെ മാറ്റണേ? ലൈക്ക് ഗെറ്റ് ബാക്ക് ടു ഒരു ഗ്ലോവി സ്കിൻ എങ്ങനെയാ കിട്ടണേ? മഷ്മി പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഭയങ്കര ടാൻ അടിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കും. അത് പിന്നെ കുറെ ചെയ്യും എനിക്ക് അത്യാവശ്യം. അപ്പൊ അത് കുറെ ആൾക്കാർ DM ചെയ്യും, കമന്റ് ചെയ്യും. അങ്ങനെ കുറെ എനിക്ക് വരാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ലൈക്ക് എ ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇങ്ങനെ ചേഞ്ച് ആവും, പിന്നെ കുറച്ച് കെയർ ചെയ്യുമ്പോ ചേഞ്ച് വരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ടാൻ റിമൂവൽ യൂസ് ചെയ്യുന്നത് മമാർത്തിന്റെ ഉപ്ടൻ D10 ഫേസ് പാക്ക് ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ടേമറിക് നമ്മളുടെ ടാൻ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ തരുന്നതാണ്. ജനറേഷൻസ് ആയിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള സാഫ്രോൺ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയർ സ്കിൻ തരുന്നതാണ്. ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. ബെറ്റർ റിസൾട്ടിന് വേണ്ടി ഞാൻ ഈ ഫേസ് പാക്കിന്റെ ഒപ്പം മമഅർത്തിന്റെ ഈ സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്യാറുണ്ട്. മമഅർത്ത് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അവരുടെ പ്രോഡക്റ്റ് ബെറ്റർ ആക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു ഇൻസ്റ്റന്റ് ഫ്രഷ് ലുക്ക് ഇല്ലേ? നിങ്ങൾക്ക് മമഅർത്തിന്റെ ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മമഅർത്തിന്റെ ആപ്പിലും വെബ്സൈറ്റിലും സുനൈന 2025 എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫർ കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ആൻഡ് നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. So yeah, let's move on to the next question. Kore questions undallo Sudhu. Dream place to visit? South Korea. Oh my god. And Tokyo. Yeah, അതാ ഞാൻ പറയാൻ പോലെ എന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ എനിക്ക് പണിയുണ്ട്, നല്ല പണിയുണ്ട്. പണിയുണ്ടല്ലോ, ചെലവുണ്ട്. Your favorite color, song and hobbies? ഇതാരാണ് ഇന്റലിജന്റ് സുമി റിയാസ് എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ ഒന്നിച്ചിട്ടിട്ടുണ്ട്. ഏതാണ് ഫേവറേറ്റ് കളർ? പിങ്ക്, പിന്നെ ബ്ലാക്കും. അങ്ങനെ
അതെന്റെ ഫസ്റ്റ് ഫേവറേറ്റ്. ഇത് രണ്ടും സോണിന്റെ ഫേവറേറ്റ് അല്ല തോന്നുന്നു. യെല്ലോ യെല്ലോ Yellow. പക്ഷെ ബ്ലാക്ക് ഉണ്ട് ഉണ്ട്. അതെനിക്ക് പിന്നെ അതെങ്ങനെ കാർ You know me Yeah, I know everybody. Okay. അതെന്താ പക്ഷെ പറ ഉം? എങ്ങനെ അത് ബാക്കി Shovel ഉദ്ദേശിച്ചോ? lunch. മറ്റേ ഇത് തന്നെ മസിൽ കാർ പോലത്തെ. അല്ല, ഷെവല്ല അല്ലെങ്കിൽ മസ്താങ്കില് ബ്ലാക്കും യെല്ലോവും കൂടെ ഒരു Matte matte finish. finish ഉള്ള ഇപ്പോൾ ഒരു വരാനുള്ളത് car ഹൈറ്റായിട്ടുണ്ട് എടുക്കണം. guys. ഇൻഷാല്ലാ. അപ്പൊ സോണിന്റെ ഫേവറേറ്റിലോട്ട് നമുക്ക് പിന്നെ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ സോണിന്റെ. അതേ തന്നെ മൂന്നെണ്ണം ഉണ്ടല്ലോ. സോങ് പറഞ്ഞില്ല. സോങ് കറന്റ് ഫേവറേറ്റ് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്താണ് മറ്റേ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നല്ല ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കാൻ, അങ്ങനെയാണെങ്കിൽ ജോൾ ഹിന്ദി സോങ്. പിന്നെ അല്ലാണ്ട് ഇപ്പൊ കൊറേ ഡേയ്സ് ആയിട്ട് ഒരു ഡാൻസ് കൂടുതൽ എപ്പോഴും കളിച്ചോണ്ടിരിക്കും. മണി പുലപ്പ് എന്ന് പറഞ്ഞൊരു സോങ് എനിക്ക് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു മറ്റേ പാട്ടാണ് എന്നെ പാറ്റമ്മ എന്നെ കേട്ട് ആ അത് സാധനം. ഇംഗ്ലീഷ് ആണ്. ആ, കൊറേ ഉണ്ട് ആക്ച്വലി. എനിക്ക് അല്ല ഫേവറേറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് പറ്റൂല. കുറേ ലിസ്റ്റ് ഓഫ് സോങ്സ്. ഒന്ന് പറയുമ്പോ ഒന്ന് വേറെ മനസ്സിലായി. സോ ഡു യു വാണ്ട് ആസ്ക് ദി ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് ഉണ്ട് കൊറേ ഉണ്ട്. ഞാൻ സെലക്റ്റീവ് ആയിട്ടാ ചോദിച്ചത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിങ് ക്ലാസിക്കൽ ഡാൻസ്? ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഒട്ടും ഒരു തരി പിന്നെ ഏതാണ് ഇൻട്രസ്റ്റ് ഉള്ളത്? അഭിനന്ദയാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടിയ കുറച്ച് അങ്ങനെ വെസ്റ്റേൺ ഡാൻസ് വെസ്റ്റേൺ ഇങ്ങനെ വെറുതെ കളിക്കാം, പഠിച്ച് അങ്ങനെ ഇത് പോകാനല്ല. പ്രോ അല്ല. ഹോബി പോലെ വെറുതെ അങ്ങനെ ഒരു ഇഷ്ടത്തിന്. എനിക്ക് ഇഷ്ടത്തിന്. ഇഷ്ടത്തിന് അത്ര വെസ്റ്റേൺ ആണ്. ചോദിച്ചതിനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതും ചോദിച്ചല്ലേ ഫ്യൂച്ചർ പ്ലാൻ? അല്ല എഡ്യൂക്കേഷൻ ചോദിച്ചില്ലെന്നോ? സോ നോ വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ ഇൻ എഡ്യൂക്കേഷൻ? ഫ്യൂച്ചർ പ്ലാനിൽ ഇത് പറഞ്ഞല്ല, ജോബ് പറഞ്ഞു. എഡ്യൂക്കേഷനിൽ അപ്പൊ ആ ജോബ് അനുസരിച്ചിട്ട് തന്നെ പോകേണ്ടി ആ, വരും. ആ റൂട്ടിൽ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ലേ. തന്നെ സെയിം ക്വസ്റ്റ്യൻ. ഉം. എനിക്കാണ് ഫുൾ എക്സൈറ്റ്മെന്റ് നോക്ക്. എല്ലാരും ആംബിഷനെ കുറെ ചോദിച്ചേക്കണം. ആംബിഷനും അത് കുഴപ്പമില്ല, അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അംബിഷൻ മാറും. ആൻസർ ഓരോ വർഷം ഓരോന്നായിരിക്കുമല്ലോ. ഇല്ല, ശരിക്കും സാധാരണ കുറെ ആൾക്കാരും പല പല ഇതായിരിക്കും. എനിക്ക് ആകെ ഇതുവരെ രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ബിസിനസ് ഗേൾ ആണോ എന്നുള്ളതും ഒന്ന് എയർ ഹോസ്റ്റസ് ആണോ എന്നുള്ളതും. ബിസിനസ് വേറെ ഒന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഭാഗ്യം നല്ലതാ. ഉമ്മച്ചിത്ത് വേണം ചോദിക്കാൻ. ഓരോ ഇയറും ഓരോ ഡേയും ചൈൽഡ്ഹുഡ് അതാണ് ഓരോരോ ഡേയിൽ ഓരോ ആഗ്രഹങ്ങളായിരുന്നു. അല്ലേ? നീ എപ്പോഴും എന്റെ അടുത്ത് പറയല്ലോ. ഒരു ടൈമിൽ ഭയങ്കര Okay, let's move on to the question. Your favorite moments, if you remember, you will be happy. Like, ഞാൻ വായിച്ചത് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടായി? എന്തോ ഇങ്ങനെ ഓർക്കുമ്പോ ഇങ്ങനത്തെ question ചോദിച്ചാൽ എനിക്ക് ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും. അയ്യോ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് പൊളി. അടുത്ത പുളിയാണോ? ആക്ച്വലി എനിക്കെല്ലാം എനിക്ക് എന്നാലും കുറച്ച് കൂടുതൽ ഹാപ്പി ആവണ മൊമെന്റ് ഒക്കെ ഏതാണ്? എന്നോട് വെച്ചാല് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ If enjoy I'm ചെയ്യാൻ not- family-യുടെ ആ, അങ്ങനത്തെയൊക്കെ. അങ്ങനത്തെ. പിന്നെ ഡാഡി ഇന്റർനാഷണൽ ട്രിപ്പ് പോയി വരുമ്പോ ഒരു ലൈക്ക് ട്രോളി ആയിട്ട് വരും കുറച്ച് സാധനങ്ങളായിട്ട്. ഐ തിങ്ക് അത് കുറച്ചുകൂടെ എക്സൈറ്റഡ് ഹാപ്പി മൊമെന്റ് ആയിരിക്കും എന്നാ അതും തോന്നുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുന്ന ഇന്റർനാഷണൽ. ഓക്കെ, അടുത്തൊരു പ്രിഷ്യസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സുനു. യു ഹാവ് ടു ആൻസർ ഇറ്റ്. വൺ വേർഡ് ആണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നിനക്ക് എത്ര പറയാൻ പറ്റും അത്ര പറയാം. വൺ വേർഡ് വിത്ത് മഷു, അബൌട്ട് മഷു. ബെസ്റ്റ് ഫ്രണ്ട്. Oh my God. ഞാനൊക്കെ ഇനി. ഇതിലാരും ഒന്നും പറയുന്നത് പ്ലീസ്. അവര് ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നിട്ട് താരൊക്കെ ചോദിച്ചോ ഇല്ല, വരും, എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ എപ്പോഴും വരാൻ പോണേന് ഒരു ബ്ലോക്ക് ഇട്ടാണ് സോനു. ഇത് നല്ലൊരു മകളാണ്. കുട്ടികൾ നിങ്ങൾ അറിയണം. My favorite is. What's your favorite makeup product? സുനു പറ, നമുക്ക് നോക്കാം നമ്മുടെ എല്ലാരും സെയിം ആണോ. എനിക്ക് ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. എനിക്കറിയാം. എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ആക്ച്വലി. ഒന്ന് ബ്ലഷ്, ഒന്ന് ലിപ്സ്റ്റിക്. നമുക്ക് ബ്ലഷ് ബ്ലൈൻഡ്നെസ് ആണ്.
ഇപ്പൊ തന്നെ മഷു ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അത് എസ്പെഷ്യലി പുറത്ത് പോകുമ്പോട്ടാ നമ്മൾ നാട്ടിലാകുമ്പോ ആർക്കും ഡൈജസ്റ്റ് ആവാത്തോണ്ട് അങ്ങനെ ഇടാറ്. നമ്മള് മലേഷ്യ ഇന്റർനാഷണൽ നല്ല രസമായിരുന്നു. പൊത്തിയ ചേട്ടൻ ഞാൻ എന്നിട്ട് അത് കണ്ട് കൊതി വന്നിട്ട് ഞാനും മൊത്തത്തില് ചുമന്നിരിക്കണ ഇടിച്ച Okay. The best part of your life, in what case I don't know. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇതുവരെയുള്ള ലൈഫിലായിരിക്കും എനിക്ക് അതിനുള്ള ഇതുവരെയുള്ള ലൈഫിൽ ബെസ്റ്റ് പാട്ട് എന്താണെന്നുള്ളതായിരിക്കും. If you ask me the question, I would say family. അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്ക് ചിലപ്പോ ഒരു മൂവി പോലെ വന്നിട്ട് അതില് ബെസ്റ്റ് പാട്ട് കഴിക്കില്ല, അതുപോലെ ഇത്രേ വന്നതിൽ ബെസ്റ്റ് അതേപോലെ പാട്ട്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാം. അതെ സെയിം. എല്ലാവർക്കും അത് തന്നെ അതന്നെ. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കണത് അത് തന്നെ. ബേബിക്ക് എന്താണ് സോളോ ട്രിപ്പാണോ എനിക്ക് നിങ്ങൾ ഇതുവരെ ഇന്റർനാഷണൽ കണ്ടിട്ടുണ്ടാവൂല. അല്ല എന്താണ് ബേബിക്ക് പറയാം? കൂടുതൽ പ്രിഫറൻസ് ഫാമിലി ഫാമിലിയാ അതേ ഉണ്ടാവുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു വിൽ ബി ഹാവിംഗ് ഫാമിലി. അപ്പൊ അടുത്തത് സ്മൈൽ സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞത് എന്തിനാ എടുത്തേ? അത് ക്വസ്റ്റ്യൻ അല്ലല്ലോ, പിന്നെ എന്തിനാ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചത്? യുവർ ഫേവറേറ്റ് ട്രിപ്പ് സോ ഫാർ, ഇതുവരെ പോയത് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിപ്പ്? ഇന്റർനാഷണൽ ട്രിപ്പ് എനിക്ക് രണ്ടും എനിക്ക് ഇഷ്ടമായി. തായ്ലാന്റ്, മലേഷ്യ. 3 പ്രാവശ്യം പോയതിൽ ആ എല്ലാം എനിക്ക് ഇഷ്ടമായി. നമ്മള് 2 പ്രാവശ്യം സെയിം കൺട്രിയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും വീണ്ടും പോകുന്നത്. ഇനിയും പോണമെന്നുണ്ട്, പക്ഷെ വേണ്ട കുറച്ച് നാളെ. എപ്പോഴും വീഡിയോസ് കാണുമ്പോ സോണി നമ്മൾ ഇന്നും പോകുന്നുണ്ട് ഈ സ്ഥലം. ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മള് ഭയങ്കര എൻജോയ് ചെയ്തു എല്ലാം. ഓ അടുത്ത ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മഷുമി ആൻഡ് ഉമ്മി, ഇവരിൽ ആരുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ താല്പര്യം? അങ്ങനെ ഒന്നുമില്ല. ട്രിക്കി ക്വസ്റ്റ്യൻ അല്ല. അങ്ങനെയൊന്നുമില്ല, ഇവരെല്ലാരും ഒരേപോലെയാണ്. എന്തിനാണ് ഗൈസ് പാവല്ലേ വെറുതെ പണിയല്ലേ. ഒരു കാര്യം ചെയ്യാം, ഒരു ട്വിസ്റ്റ് ഇടാനായിട്ട്. ഓ രക്ഷപ്പെട്ടു. ആടെ ഇഷ്ടം. പക്ഷെ ആ ചോദ്യത്തിൽ ആളില്ല. Which is your favorite K-drama? ഫസ്റ്റ് കണ്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമായതും ട്രൂ ബ്യൂട്ടിയാണ്. അതാണ് എന്റെ പ്രായം. അപ്പൊ അതാണ് ഫോർ എവർ ഫേവറേറ്റ് അല്ലേ. പിന്നെ കുറെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് വന്ന് പിടിച്ചതുണ്ടാവും. Which is your favorite food? പിസ്സ. Pizza. പിസ്സയും പിന്നെ എല്ലാ ഡിസേർട്ട് ഐറ്റംസും. അല്ലെ. അപ്പോ ലെറ്റ്സ് മൂവ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇനി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഒരു vlog ആയിട്ട് എടുക്കാം. സോ ഇന്നത്തേക്ക് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. യുവർ ഫേവറേറ്റ് സബ്ജക്ട്? ഇംഗ്ലീഷ്. വൈ? അതിനായിട്ട് വൈ? ഇംഗ്ലീഷ് ഇഷ്ടമാണ്. മീൻസ് ബാക്കിയെല്ലാം പോലെയല്ല, എനിക്ക് ഇഷ്ടമാണ്. ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തിന് പറയൂ, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യൂ. അതിങ്ങനെ എഴുതാനും വായിക്കാനും എഴുതാനും വായിക്കാനൊക്കെ ഇഷ്ടമാണ്. എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്നത്തെ Q&A സെഷൻ ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ബൈ ദ വേ ഇറ്റ്സ് നോട്ട് മൈ ചാനൽ. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾക്കും ഞാൻ കാണിച്ച അമരത്തിന്റെ ഉട്ടൻ ഡീട്ടൻ ഫേസ് പാക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.